ഹലോ, എല്ലാവർക്കും സോഷ്യൽ വർക്കിൻ്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ദിവസം കോമ്പണൻസ് ഓഫ് സോഷ്യൽ കേസ് വർക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ? നമ്മൾ പഠിച്ചു ദർ ആർ മെയിൻലി 4 കോമ്പണൻസ് ഇൻ സോഷ്യൽ കേസ് വർക്ക്. 4 കോമ്പണൻസ്, 4 ഘടകങ്ങളാണ് സോഷ്യൽ കേസ് വർക്കിലുള്ളത്. അത് നമ്മൾ 4P എന്നായിട്ടാണ് പഠിച്ചത്. 4P: പേഴ്സൺ, പ്രോബ്ലം, പ്ലേസ് ആൻഡ് പ്രോസസ്. പേഴ്സൺ, പ്രോബ്ലം, പ്ലേസ് ആൻഡ് പ്രോസസ്. അതിൽ ആദ്യത്തെ 3 ഘടകങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ 4ാമത്തെ ഘടകത്തെയാണ്, 4ാമത്തെ കോമ്പണൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ പ്രോസസ്, പ്രക്രിയ. നമുക്കറിയാം, പ്രോസസ് ഈസ് എ കീ എലമെന്റ് ഇൻ കേസ് വർക്ക് പ്രാക്ടീസ്. കേസ് വർക്ക് പ്രാക്ടീസിലെ, കേസ് വർക്ക് പ്രോബ്ലം സോൾവിംഗ് പ്രോസസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് പ്രോസസ്. ഹെൽപ്പിംഗ് ഇൻഡിവിജ്വൽ ഈസ് നോട്ട് എ വൺ ടൈം ആക്ടിവിറ്റി ബട്ട് ഇറ്റ് ഈസ് എ പ്രോസസ്. നമ്മൾ പറഞ്ഞു, ഒരു പേഴ്സൺ ഒരു പ്രോബ്ലവുമായിട്ട് ഒരു പ്ലേസ് ഏജൻസിയിലേക്ക് വന്ന് ആരെ കാണുന്നു? കേസ് വർക്കറെ കാണുന്നു. കേസ് വർക്കർ ഒരു പ്രോസസ്സിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രോബ്ലത്തെ പരിഹരിക്കുന്നു അല്ലേ? അതൊരു വൺ ടൈം ആക്ടിവിറ്റി അല്ല. ഒറ്റ ഒരു സിറ്റിങ്ങിനെ കൊണ്ടോ ഒരു മീറ്റിങ്ങിനെ കൊണ്ടോ ഒരു സെഷനിലെ സംസാരത്തിനെ കൊണ്ടോ അത് മാറില്ല. മറിച്ച് അത് ഘട്ടം ഘട്ടമായുള്ള ഒരു പ്രോഗ്രസീവ് ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് അതിന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ്. ഇറ്റ് ഈസ് നോട്ട് എ വൺ ടൈം ആക്ടിവിറ്റി ബട്ട് ഇറ്റ് ഈസ് എ പ്രോസസ്. എന്താണ് ഈ പ്രോസസ്സിന്റെ ലക്ഷ്യം? ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഹെൽപ്പ് ദ ക്ലയന്റ് ടു അഡ്ജസ്റ്റ് വിത്ത് ഹിസ് എൻവയോൺമെന്റ് by developing his personal capacities and also by utilizing the community resources. ഒരു കമ്മ്യൂണിറ്റിയിലെ വിഭവങ്ങളും ആ വ്യക്തിയുടെ തന്നെ കഴിവും വർദ്ധിപ്പിച്ച് ഒരു വ്യക്തിയുടെ പ്രശ്നം പരിഹരിച്ച് അദ്ദേഹം ജീവിക്കുന്ന ചുറ്റുപാടിൽ നല്ല രീതിയിൽ പൊരുത്തപ്പെട്ടു പോകാൻ സഹായിക്കുക എന്നതാണ് കേസ് വർക്ക് പ്രോസസ്സിന്റെ ലക്ഷ്യം. The aim of case work process is to enhance the person with problem by developing his capacities and also by utilizing the community resources. സോ നമ്മൾ ഈ ചാപ്റ്ററിൽ ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് 3 കാര്യങ്ങളാണ്. നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, എന്താണ് കേസ് വർക്ക് പ്രോസസ്സിൽ അടങ്ങിയിരിക്കുന്ന ഡിഫറെൻറ്റ് ഫേസസ്, അണ്ടർസ്റ്റാൻഡ് ദ ഫേസസ് ഇൻവോൾവ്ഡ് ഇൻ കേസ് വർക്ക്. 2, റോൾ ഓഫ് കേസ് വർക്കർ ഇൻ ഈച്ച് ഫേസ്. And the third one, different tools and techniques used by the case worker at each phases. അപ്പോൾ നമുക്ക് ഈ പ്രോസസ്സിൻ്റെ മറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് പ്രോസസ്സ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇറ്റ് ഈസ് നോട്ട് എ വൺ ടൈം ആക്ടിവിറ്റി. ഒരു ഏജൻസിയിൽ ഒരു പ്രോബ്ലവുമായിട്ട് ഒരു പേഴ്സൺ വന്നാൽ അവരെന്ത് ചെയ്യുന്നു? ആദ്യം മീറ്റ് ചെയ്യുകയും ആ പ്രശ്നം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ഇടപെടൽ നടത്തുന്നു. കേസ് വർക്കറും ക്ലയന്റും തമ്മിൽ ഒരു ഇടപെടൽ നടക്കുന്നു. എത്ര വരെ? ആ പ്രശ്നം തീരുന്നത് വരെ. അങ്ങനെ ഒരു പേഴ്സൺ വിത്ത് എ പ്രോബ്ലം അല്ലെ, ഒരു പ്രശ്നവുമായി വന്ന ക്ലയന്റിന്റെ പ്രശ്നം തീരുന്നത് വരെ ആ കേസ് വർക്കറും ക്ലയന്റും നടത്തുന്ന ഇടപെടലുകൾ, ട്രാൻസാക്ഷൻസ് ആണ് എന്ത് വിളിക്കുന്നത്? പ്രോസസ് എന്ന് വിളിക്കുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ, പ്രോസസ് ഇൻ സോഷ്യൽ കേസ് വർക്ക് ഈസ് എ പ്രോഗ്രസീവ് ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ദ കേസ് വർക്കർ ആൻഡ് ദ ക്ലയന്റ്. ഇവിടെ നമ്മൾ പറഞ്ഞു പ്രോഗ്രസീവ് എന്ന് പറയാൻ കാരണം എന്താണ്? ആദ്യം തന്നെ അവർ വളരെ നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല. ഫസ്റ്റ് അവർ തമ്മിൽ എന്താണ്? ഒരു എഗ്രിമെന്റ് ഉണ്ടാവും അല്ലേ? അവരുടെ പ്രോബ്ലം ക്ലയന്റ് കേസ് വർക്കറോട് പറയുന്നു, അവർ ഈ പ്രോബ്ലം തീർക്കുന്ന വേണ്ടിയിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവുന്നു. പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് ആ റിലേഷൻഷിപ്പ്, നമ്മൾ നേരത്തെ പറഞ്ഞ ആ റിലേഷൻഷിപ്പ്, ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് അവരുടെ ഇടയിൽ വർദ്ധിക്കുന്നു. അത് അങ്ങനെ അവരുടെ ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് പ്രോഗ്രസ് ചെയ്ത് ആ ട്രാൻസാക്ഷൻ പ്രോഗ്രസ് ചെയ്തുകൊണ്ട് ആ ക്ലയന്റിന്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ ഇറ്റ് ഈസ് എ പ്രോഗ്രസീവ് ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ദ കേസ് വർക്കർ ആൻഡ് ദ ക്ലയന്റ്. സോ ഇറ്റ് കൺസിസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് എ വൺ ടൈം ആക്ടിവിറ്റി. ഇറ്റ് കൺസിസ്റ്റ് ഡിഫറെൻറ്റ് ഫേസസ്, ഡിഫറെൻറ്റ് സിസ്റ്റമാറ്റിക് ഫേസസ്, വളരെ പ്ലാൻഡോട് കൂടിയ ഫേസസ് ആണ്. സോ ഇറ്റ് ഇൻക്ലൂഡ് 6 ഘട്ടങ്ങൾ, 6 ഫേസസിലൂടെയാണ് ഈ പ്രോസസ് പ്രോഗ്രസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ആ പ്രോസസ്? ആ ഫേസസ് എന്തൊക്കെയാണ്? 1, സ്റ്റഡി, ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ്, ഇവാലുവേഷൻ, ടെർമിനേഷൻ, ആൻഡ് ദ ലാസ്റ്റ് വൺ
ഫോളോ. ഞാൻ ഒന്നുകൂടെ പറയാം. വാട്ട് ആർ ദ ഡിഫറെന്റ് സിസ്റ്റമാറ്റിക് ഫേസസ് ഇൻക്ലൂഡ് ഇൻ കേസ് വർക്ക് പ്രോസസ്? ഒന്ന് സ്റ്റഡി, ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ്, ഇവാലുവേഷൻ, ടെർമിനേഷൻ, ഫോളോ അപ്പ്. അപ്പോൾ നമുക്ക് ഓരോരോ ഫേസും നമുക്ക് ഡിഫറെന്റ് ആയിട്ട് നമുക്ക് പഠിക്കാം. ദ ഫസ്റ്റ് ഫേസ് സ്റ്റഡി മീൻസ് സൈക്കോ സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ സ്റ്റഡിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തുണ്ടാവും, ഒരു ചെറിയ ഒരു ഘട്ടം കൂടെ നമുക്ക് വേണമെങ്കിൽ പരാമർശിക്കാം. ദാറ്റ് മീൻസ് ഇൻടേക്ക് എന്ന് പറഞ്ഞൊരു ഘട്ടം കൂടി ഉണ്ട്. അതായത് പ്രോബ്ലമായിട്ട് വന്ന ആ വ്യക്തിയും സോഷ്യൽ വർക്കും തമ്മിൽ ഒരു കോൺട്രാക്ട് അവിടെ ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെ, ഒരു എഗ്രിമെന്റ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നു. ക്ലയന്റിനെ ആ ഏജൻസിയും അതുപോലെ കേസ് വർക്കറുമായിട്ട് ഒരു വാംത്ത് ഫീലിംഗ് നമ്മൾ റിലേഷൻഷിപ്പിൽ റാപ്പോർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലെ, ജെന്യൂൻനെസ്, ട്രസ്റ്റ് വർത്ത്, അല്ലെ, ഒരു സത്യസന്ധത, ഒരു വിശ്വാസ്യത, അതുപോലെ തന്നെ പിന്നെ ഒരു കോൺഫിഡൻഷ്യാലിറ്റി ഒക്കെ ആർക്ക് ബോധ്യപ്പെടണം? ക്ലയന്റിന് ബോധ്യപ്പെടണം. എന്നാൽ മാത്രമേ നമ്മൾ നെക്സ്റ്റ് ആ പ്രോസസ്സ് അവിടെ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. അങ്ങനെ ക്ലയന്റും കേസ് വർക്കറും തമ്മിലുള്ള ഒരു ധാരണ, ക്ലയന്റിന് അത് പരസ്പരം എഗ്രിമെന്റ് ഉണ്ടായാൽ സ്റ്റഡി അവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ദാറ്റ് മീൻസ് സ്റ്റഡി. എന്താണ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ? ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ ക്ലയന്റ് ആൻഡ് പ്രോബ്ലം ഈസ് കളക്റ്റഡ് ബൈ ദ കേസ് വർക്കർ. കേസ് വർക്കർ ക്ലയന്റിനെ കുറിച്ചും ക്ലയന്റിന്റെ പ്രശ്നങ്ങളെ കുറിച്ചും എത്രമാത്രം വിവരങ്ങൾ ഉണ്ടോ അതൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഘട്ടമാണ് സ്റ്റഡി, പഠനം. ക്ലയന്റിനെ കുറിച്ച് പഠിക്കുക, ക്ലയന്റിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കുക, ഇൻഫർമേഷൻ, വിവരങ്ങൾ കളക്ട് ചെയ്യുക. അത് എങ്ങനെയാണ് ഈ വിവരങ്ങൾ കളക്ട് ചെയ്യുന്നത്? സോ ഇറ്റ് ഹാവ് സോ മെനി വേരിയസ് വേസ്. ദ സ്റ്റഡി കുഡ് ബി ഡൺ ഇൻ വേരിയസ് വേസ്. പല വഴികളിലൂടെയാണ് ഈ പഠനം, ഇൻഫർമേഷൻ കേസ് വർക്കർ കളക്ട് ചെയ്യുന്നത്. എന്തൊക്കെയാണ് വഴികൾ? ഒന്ന്, ഇന്റർവ്യൂ വിത്ത് ദി ക്ലയന്റുമായിട്ടുള്ള ഇന്റർവ്യൂ. അപ്പോൾ ക്ലയന്റ് ആദ്യം തന്നെ എല്ലാ ഇൻഫർമേഷനും പെട്ടെന്നൊരു ദിവസം പറയണമെന്നില്ല. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞ പ്രിൻസിപ്പിള്, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് തുടങ്ങിയ ആ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഒക്കെ ഇവിടെ കേസ് വർക്കർ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യണം, അല്ലെ. ആദ്യം നല്ലൊരു റിലേഷൻഷിപ്പ് അവിടെ ഡെവലപ്പ് ചെയ്യണം, അല്ലെ. പ്രിൻസിപ്പിൾ ഓഫ് ആക്സെപ്റ്റൻസ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിൻസിപ്പിൾ സോഷ്യൽ വർക്കർ ക്ലയന്റിനെ കുറിച്ചിട്ട് ഒരു മുൻവിധിയൊന്നും ഇല്ലാത്ത രീതിയിൽ, അതുപോലെ തന്നെ കേസ് വർക്കറെ വിശ്വസിപ്പിച്ചെടുക്കണം, എൻഷുർ ചെയ്യണം. ദ കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ദ കൺവെർസേഷൻ, കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി മെയിൻറ്റെയിൻ എന്നുള്ളത്, അല്ലേ. എല്ലാ കാര്യങ്ങളും രഹസ്യമായിരിക്കും എന്നൊക്കെയുള്ള ഒരു നല്ല വിശ്വാസമൊക്കെ എടുത്ത് നല്ല റിലേഷൻഷിപ്പ്, റാപ്പോ ബിൽഡ് ചെയ്താൽ മാത്രമേ ക്ലയന്റ് സോഷ്യൽ വർക്കിനോ കേസ് വർക്കറിനോട് അദ്ദേഹത്തിന്റെ വിവരങ്ങൾ, പ്രോബ്ലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പറയാൻ തയ്യാറാവുകയുള്ളൂ. അപ്പോൾ ഇവിടെയാണ് ഫസ്റ്റ് വേ ഓഫ് സ്റ്റഡി, ഇന്റർവ്യൂ വിത്ത് ദി ക്ലയന്റ്. അപ്പോൾ ഇവിടെ കേസ് വർക്കർ റോൾ എന്തായിരിക്കണം? മെയിനായിട്ട് ലിസണർ ആയിരിക്കണം, നല്ലൊരു ലിസണർ ആയിരിക്കണം, അല്ലേ. ഹി ഷുഡ് ലിസൺ വാട്ട് ദ ക്ലയന്റ് ഈസ് സെഡ്, അല്ലേ. ക്ലയന്റ് എന്തൊക്കെ പറയുന്നതിനെ കുറിച്ച് ലിസൺ ചെയ്യണം. അതുപോലെ തന്നെ വാട്ട് ദ ക്ലയന്റ് ഡസ് നോട്ട് സെഡ്, ക്ലയന്റ് എന്തെല്ലാം പറയുന്നില്ല കൂടി ലിസൺ ചെയ്യണം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ക്ലയന്റിന്റെ മുഖഭാവം, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ചില ജസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവും, അല്ലെ. ചില അംഗവിഷയങ്ങൾ, ആക്ഷൻ, തലമുറവേലി, അങ്ങനെയുള്ള പലതരത്തിലുള്ള ജസ്റ്റേഴ്സ് ഉണ്ടാവും. അതൊക്കെ പല തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ചെയ്യുന്നത്, അല്ലേ. അദ്ദേഹത്തിന്റെ ഐ കോണ്ടാക്ട്, ഇതൊക്കെ പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ വെറുതെ ക്ലയന്റ് പറയുന്നത് അതുമാത്രം വിശ്വസിക്കാൻ പാടില്ല. അദ്ദേഹത്തിന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ജസ്റ്റേഴ്സ്, ഐ കോണ്ടാക്ട്, ഇതൊക്കെ കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യണം. നല്ലൊരു ലിസണർ ആയിരിക്കണം, അല്ലെ. എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ലിസൺ ചെയ്യണം. അപ്പോൾ ക്ലയന്റിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചാൽ മാത്രം മതിയോ? പോരാ. കുറച്ച് എന്ത് ചെയ്യണം? ഇന്റർവ്യൂ വിത്ത് അതർ റിലേറ്റഡ് പേഴ്സൺസ് ഓഫ് ക്ലയന്റുമായി ബന്ധപ്പെട്ട മറ്റു വ്യക്തികളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കണം. ഒന്നാമത്തത് ക്ലയന്റിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക. രണ്ട്, ക്ലയന്റുമായി ബന്ധപ്പെട്ട മറ്റു വ്യക്തികൾ, അല്ലേ. ചിലപ്പം പാരൻസ്, മാതാപിതാക്കളോട് എടുക്കാം. ക്ലയന്റ് ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ടീച്ചേഴ്സിൻ്റെ എടുക്കുന്നത്, അല്ലേ. ക്ലയന്റ് എങ്ങനെയായിരുന്നു സ്കൂളിൽ, ക്ലാസ് റൂമിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, ടീച്ചേഴ്സിൻ്റെ എടുക്കുന്നത് കളക്ട് ചെയ്യാം. ക്ലയന്റിന്റെ അടുത്ത ഫ്രണ്ട്സിൻ്റെ എടുക്കുന്നത് കളക്ട് ചെയ്യാം, അല്ലേ. സഹപാഠികളാണെങ്കിൽ കളക്ട് ചെയ്യാം. ക്ലയന്റ് ഒരു ജോലി ചെയ്യുന്നതാണെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന, അല്ലെ, മറ്റ് എംപ്ലോയീസിൻ്റെ എടുക്കുന്ന നമുക്ക് വർക്കേഴ്സിൻ്റെ എടുക്കുന്ന നമുക്ക് വിവരങ്ങൾ കളക്ട് ചെയ്യാം. സമൂഹത്തിലെ അയൽവക്കത്ത് നമുക്ക് കളക്ട് ചെയ്യാം. ഇതൊക്കെ ഇങ്ങനെയാണ് ഇന്റർവ്യൂ വിത്ത് അതർ റിലേറ്റഡ് പേഴ്സൺസ് ഓഫ് ക്ലയന്റ്. അത് മാത്രമല്ല, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയി കിട്ടണമെങ്കിൽ മൂന്നാമത്തെ വേ വിസിറ്റിംഗ് ദ നെയ്ബർഹുഡ് ആൻഡ് ദ എൻവയോൺമെന്റ് ഇൻ വിച്ച് ദ ക്ലയന്റ് ലിവ്സ്. ക്ലയന്റ് ജീവിക്കുന്ന ചുറ്റുപാടിലൊന്ന് വിസിറ്റ് ചെയ്യാം, ഹോം വിസിറ്റ് ചെയ്യാം, അല്ലേ. അതുപോലെ തന്നെ ക്ലയന്റ് വർക്ക് ചെയ്യുന്ന
ജോലി ചെയ്യുന്ന സ്ഥലം അല്ലെങ്കിൽ പഠിക്കുന്ന സ്കൂള് അല്ലെങ്കിൽ അയൽപക്കം അല്ലേ, എങ്ങനെയാണ് വീട്ടിലൊക്കെ പോയാലും നമുക്ക് കൂടുതൽ ക്ലയൻറ്റ് നമുക്ക് ഒരു എക്സ്റ്റേണൽ അപ്പിയറൻസ് മാത്രമായിരിക്കുമല്ലോ ശരിക്കും ആക്ച്വലി ദ പേഴ്സൺ ഈസ് അല്ല. നമ്മൾ ഒരു നമ്മളെ ക്ലാസ്സിൽ ഒരു കുട്ടി കണ്ടാൽ അത് അങ്ങനത്തെ അവൻ ബിഹേവ് ചെയ്യുന്ന രീതി ആയിരിക്കില്ല, മറിച്ച് അവൻ്റെ യഥാർത്ഥ ചുറ്റുപാട് സാമൂഹിക ചുറ്റുപാട് അറിയണം. അതിന് അവൻ്റെ വീട്ടിലോ ഒരു ജോലി സ്ഥലത്ത് പോയിട്ട് വിസിറ്റിങ് ചെയ്യാം. ഇങ്ങനെ 3 തരത്തിലൂടെയാണ് കേസ് വർക്കർ ക്ലയൻറ്റിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കളക്ട് ചെയ്യുന്നത്. സൈക്കോ സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ മീൻസ് അന്വേഷിക്കുക അല്ലേ, പിന്നെ ചെയ്യുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് മനസ്സിലായി. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വെറുതെ ഇങ്ങനെ ചോദിച്ചാൽ മതിയോ? പല കാര്യങ്ങൾ അറിയുന്ന കാര്യങ്ങൾ തന്നെ അറിയണം അല്ലേ. എന്തൊക്കെയാണ് അവരുടെ അറിയാൻ ശ്രമിക്കേണ്ടത്? വാട്ട് ആർ ദ തിങ്സ് ദ കേസ് വർക്കർ ഹാവ് ടു കളക്ട്? എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് കളക്ട് ചെയ്യേണ്ടത്? ഒന്ന്, പ്രോബ്ലത്തിൻ്റെ സ്വഭാവം, നാച്ചർ ഓഫ് ദി പ്രോബ്ലം. പിന്നെയോ ഈ പ്രോബ്ലം എങ്ങനെയാണ് ക്ലയൻറ്റ് ആ പ്രോബ്ലമായിട്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, ക്ലയൻറ്റ് അത് എങ്ങനെയാണ് ഇമോഷണൽ ഫീലിങ്സ് എങ്ങനെയാണ് ഈ പ്രോബ്ലം എഫക്ട് ചെയ്തത്. പിന്നെ ക്ലയൻറ്റ്സ് ഫീലിങ്സ് ആൻഡ് റിയാക്ഷൻസ്. 3, ക്ലയൻറ്റ്സ് എഫേർട്സ് ടു സോൾവ് പെർട്ടിക്കുലർ പ്രോബ്ലംസ്. ഈ പ്രശ്നം വന്നതിന് ശേഷം ഇത് പരിഹരിക്കാൻ എന്തായാലും ആ ഒരു വ്യക്തി ആദ്യം ഒന്ന് തയ്യാറാവും അല്ലേ. എന്നാൽ അത് പറ്റുന്നില്ലെങ്കിൽ മാത്രമേ കേസ് വർക്കറിൻ്റെ അടുത്തേക്ക് പോവുകയുള്ളൂ. അപ്പോൾ അത് പരിഹരിക്കാൻ സ്വയം ക്ലയൻറ്റ് എങ്ങനെയൊക്കെ ശ്രമം നടത്തി എന്നതിനെക്കുറിച്ച് പറയും. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സോഷ്യൽ കണ്ടീഷൻ, നമുക്കത് ഹൗസ് വിസിറ്റിലൂടെയൊക്കെ വയ്ക്കാൻ പറ്റുന്നതാണ്. സാമൂഹ്യ ചുറ്റുപാട്, എക്കണോമിക്കൽ കണ്ടീഷൻ, സോഷ്യൽ കണ്ടീഷൻ, ഫാമിലി കണ്ടീഷൻ, ഇതൊക്കെ ഈ സോഷ്യൽ കണ്ടീഷൻസ് പറയും. ലാസ്റ്റ് വൺ, ദ ഓവറോൾ പേഴ്സണാലിറ്റി ഓഫ് ദി ക്ലയൻറ്റിൻ്റെ മൊത്തത്തിലുള്ള വ്യക്തിത്വം അല്ലേ, വെദർ ഹീസ് ഇൻട്രോവേർട്ട് അല്ലെങ്കിൽ എക്സ്ട്രോവേർട്ട്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ കൊല്ലം പേഴ്സണാലിറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഏത് തരം പേഴ്സണാലിറ്റിയാണ് ക്ലയൻറ്റ് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുക. ഇതൊക്കെയാണ് ഈ കാര്യങ്ങളാണ് നമ്മൾ ഇൻ്റർവ്യൂവിലൂടെ അല്ലെങ്കിൽ ഈ ഡാറ്റ കളക്ഷനിൽ നമ്മൾ ശേഖരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളാണ്. ഈ 5 കാര്യങ്ങളാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, വെറുതെ ഇൻഫർമേഷൻ കളക്ട് ചെയ്താൽ മാത്രം പോരാ. ഇവിടെ കേസ് വർക്കർ പാലിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടൂളാണ് ദ സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ഓർ ഡോക്യുമെൻറ്റേഷൻ ഓഫ് ദ കളക്റ്റഡ് ഡാറ്റ. നമ്മൾ ശേഖരിക്കുന്ന വിവരങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണത്, റിപ്പോർട്ട് ചെയ്യണം. അത് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യണം അല്ലെ, നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടണം അല്ലെ. ഓരോരോ ക്ലയൻറ്റ് പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അന്നേരം റിപ്പോർട്ട് ചെയ്യപ്പെടണം അല്ലെ. അങ്ങനെ പല വിവരങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നീടാണ് നമ്മൾ രണ്ടാമത്തെ, നമ്മൾ ഇതിൽ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഗീതു എന്നൊരു കേസ് നിങ്ങൾക്ക് പറയുന്നുണ്ട്. ഇത് നിങ്ങളെല്ലാവരും പഠിക്കേണ്ട, അത് വായിച്ചു നോക്കണം. ഗീതുവിൻ്റെ കേസ്, ഗീതുവിൻ്റെ പ്രോബ്ലം എന്താണ്, ഇവിടെ സ്റ്റഡിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് തരുന്ന ഒരു അസൈൻമെൻ്റ് ആണ്. അത് നിങ്ങളത് ചെയ്യുക. ഓക്കെ. ദെൻ നമ്മൾ വിവരങ്ങൾ കളക്ട് ചെയ്തു പല സോഴ്സിൽ നിന്ന് അല്ലേ, പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ കിട്ടി. അപ്പോൾ ഈ വിവരങ്ങളെല്ലാം കേസ് വർക്കർ എന്ത് ചെയ്യണം, ഒന്ന് അവലോകനം ചെയ്യണം, അസസ്മെൻറ്റ് ചെയ്യണം അല്ലേ. എന്തൊക്കെയാണ് ക്ലയൻറ്റ് പറഞ്ഞത്, പാരൻസ് എന്ത് പറഞ്ഞത്, ടീച്ചേഴ്സ് എന്ത് പറഞ്ഞത്, മറ്റ് ഫ്രണ്ട്സ് എന്തൊക്കെ പറഞ്ഞു, അങ്ങനെ പല രീതിയിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അവലോകനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് വർക്കറിൽ എന്തിലേക്ക് എത്തിച്ചേരണം, എന്താണ് യഥാർത്ഥത്തിൽ ക്ലയൻറ്റിൻ്റെ പ്രശ്നം, ആരാണ് ക്ലയൻറ്റ് അല്ലേ, ആ പ്രശ്നത്തിൻ്റെ കാരണം എന്താണെന്നുള്ള രീതിയിലേക്ക് ഒരു നിഗമനത്തിലേക്ക് ആരെത്തിച്ചേരണം, കേസ് വർക്കർ എത്തിച്ചേരണം. അങ്ങനെ ശേഖരിച്ച വിവരങ്ങൾ അവലോകനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് വർക്കർ ക്ലയൻറ്റിനെ കുറിച്ചും ക്ലയൻറ്റിൻ്റെ പ്രശ്നത്തെക്കുറിച്ചും ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുക എന്ന പ്രക്രിയയാണ് എന്ത് വിളിക്കുന്നത്, ഡയഗ്നോസിസ് എന്ന് വിളിക്കുന്നത്. സോ എന്താണ് ഡയഗ്നോസിസ്? ഇറ്റ് ഈസ് ആൻ അറ്റംപ്റ്റ് ടു അറൈവ് അറ്റ് ആൻ എക്സാക്ട് ഡെഫിനിഷൻ ഓഫ് ദ സോഷ്യൽ സിറ്റുവേഷൻ ആൻഡ് ബിഹേവിയർ ഡിസ്പോസിഷൻ ഓഫ് ക്ലയൻറ്റ്. നമ്മൾ നേരത്തെ ശേഖരിച്ച വിവരങ്ങൾ അവലോകനം ചെയ്തതിൽ നിന്നും എന്താണ് ക്ലയൻറ്റിൻ്റെ പ്രോബ്ലം, ക്ലയൻറ്റിൻ്റെ പെരുമാറ്റം, ക്ലയൻറ്റിൻ്റെ സാഹചര്യം, സാമൂഹിക സാഹചര്യമൊക്കെ എന്തൊക്കെയാണെന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക്, ഒരു ഡെഫിനിഷനിലേക്ക് എത്തുന്ന പ്രോസസ്സിനെയാണ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പ്രോബ്ലത്തിൻ്റെ വിവിധ കാരണങ്ങൾ എന്താണെന്ന് കേസ് വർക്കർ എത്തിച്ചേർന്നു. ഇവിടെ നമ്മൾ പരാമർശിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് മേരി റിച്ച്മോണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം എന്താണ് നമ്മൾ പഠിച്ചതെന്നാണ്, ഒരു ഫസ്റ്റ് പ്രൊഫഷണൽ സോഷ്യൽ വർക്കർ എന്നറിയപ്പെടുന്നത് മേരി റിച്ച്മോണ്ട് ആണ്. അപ്പോൾ ഈ ഡയഗ്നോസിസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം, ഒരു ബുക്ക് എഴുതിയ ഒരു ഇപ്പോഴും പല സോഷ്യൽ വർക്കേഴ്സും റെഫർ ചെയ്യുന്ന വലിയ ഒരു മഹത്തായ ഒരു ഗ്രന്ഥം, സോഷ്യൽ ഡയഗ്നോസിസ് എന്നുള്ള ഗ്രന്ഥം എഴുതിയ വ്യക്തിത്വം പ്രൊഫഷണൽ സോഷ്യൽ വർക്കർ മേരി റിച്ച്മോണ്ട്. അപ്പോൾ നിങ്ങളോട് ഈ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇനി നമ്മൾ എന്തൊക്കെയാണ് ഈ ഡയഗ്നോസിസ് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ഡയഗ്നോസിസ് ചെയ്യണം അല്ലേ. പ്രധാനമായിട്ടും 3 തരം ഡയഗ്നോസിസ് ആണ് ഇവിടെ കേസ്
പ്രോബ്ലത്തിൻ്റെ 3 തരം വിലയിരുത്തൽ കേസ് വർക്കർ ചെയ്യണം. അങ്ങനെ ആ 3 തരം വിലയിരുത്തലാണ് ഒന്ന് ഡയനാമിക് ഡയഗ്നോസിസ്, ക്ലിനിക്കൽ ഡയഗ്നോസിസ്, എറ്റിയോളജിക്കൽ ഡയഗ്നോസിസ്. ഡയനാമിക് ഡയഗ്നോസിസ്, ക്ലിനിക്കൽ ഡയഗ്നോസിസ്, എറ്റിയോളജിക്കൽ ഡയഗ്നോസിസ്. ഇനി നമുക്ക് ഓരോന്നും പറയാം. ഡയനാമിക് ഡയഗ്നോസിസ് പറഞ്ഞാൽ ഈ പ്രോബ്ലം ഇപ്പോൾ എങ്ങനെയാണ് ക്ലയൻറ്റിനെ ബാധിക്കുന്നത്. പ്രോബ്ലം പണ്ട് മുതലേ ഉണ്ട്, പക്ഷെ ഇപ്പോൾ ഇത് എത്രമാത്രം ക്ലയൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം, പ്രസന്റ് പ്രോബ്ലം ഓഫ് ദ ക്ലയൻറ്റ് ആൻഡ് ഫോഴ്സസ് കറന്റ്ലി ഓപ്പറേറ്റിംഗ് വിത്ത് ദി ക്ലയൻറ്റ്. പ്രസന്റ്ലി ഈ പ്രോബ്ലം എങ്ങനെയാണ് ക്ലയൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, സ്വാധീനിക്കുന്നതിനെ കുറിച്ച്. അണ്ടർസ്റ്റാൻഡിങ് ദ പ്രസന്റ് പ്രോബ്ലം ഓഫ് ദ ക്ലയൻറ്റ് ആൻഡ് ദ ഫോഴ്സസ് കറന്റ്ലി ഓപ്പറേറ്റിംഗ് വിത്തിൻ ദ ക്ലയൻറ്റ്. ഇപ്പോൾ എങ്ങനെയാണ് ഈ പ്രോബ്ലം ക്ലയൻറ്റുമായി ബാധിക്കുന്നത് എന്നാണ് ഡയനാമിക് ഡയഗ്നോസിസ്. പിന്നെ ഇതിന് എങ്ങനെയൊക്കെ ക്ലയൻറ്റ് ഇത് എക്സ്പീരിയൻസ് ചെയ്തു അല്ലെ, ഇത് എത്രമാത്രം ഈ ക്ലയൻറ്റിൻ്റെ ജീവിതത്തെ ഇതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഇതിനെ കുറിച്ചാണ് എന്താണ്. അതുപോലെ ഈ ക്ലയൻറ്റിന് ഈ പ്രോബ്ലത്തിന് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന ഓരോ ഘട്ടത്തിലൂടെയാണ് ക്ലയൻറ്റ് വന്നിട്ടുണ്ടാവുക അല്ലേ, ഈ പ്രോബ്ലം ക്ലയൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഈ പ്രോബ്ലത്തിനെ ക്ലാസിഫൈ ചെയ്യുക, അത് എങ്ങനെ ഏതൊക്കെ രീതിയിൽ ക്ലയൻറ്റ് ഈ പ്രോബ്ലത്തെ എക്സ്പീരിയൻസ് ചെയ്തു, അനുഭവിച്ചു എന്നതിനെ കുറിച്ച് വിശദീകരിക്കുന്നതാണ് ക്ലിനിക്കൽ ഡയഗ്നോസിസ്. 3 എറ്റിയോളജിക്കൽ ഡയഗ്നോസിസ്. എറ്റിയോളജിക്കൽ ഡയഗ്നോസിസ് പറഞ്ഞാൽ ഫസ്റ്റ് ആരംഭം തൊട്ട് അല്ലേ, ഓരോരോ സ്റ്റേജ് ബൈ സ്റ്റേജ്, ഓരോരോ ഘട്ടം അല്ലെ, എങ്ങനെയാണ് ഈ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തത്, അത് ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ ഘട്ടത്തിലൂടെയാണ് ഇത് ഡെവലപ്പ് ചെയ്തത്, ഇത് ഇപ്പോൾ ഏതവസ്ഥയിലാണ് ഉള്ളത്. അങ്ങനെ പ്രോബ്ലത്തിന് ആദ്യം മുതൽ ഇന്ന് വരെയുള്ള കണ്ടീഷൻസ് മൊത്തത്തിൽ ഒരു വിശദമായിട്ട് വിശദീകരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, എറ്റിയോളജിക്കൽ ഡയഗ്നോസിസ്. അങ്ങനെ 3 തരത്തിലുള്ള ഡയഗ്നോസിസ് ഉണ്ട്. ഡയനാമിക് ഡയഗ്നോസിസ്, ക്ലിനിക്കൽ ഡയഗ്നോസിസ്, എറ്റിയോളജിക്കൽ ഡയഗ്നോസിസ്. ഇത് വളരെ വിശദമായി പഠിക്കേണ്ടതാണ് ഈ 3 ഡയഗ്നോസിൻ്റെയും വ്യത്യാസങ്ങൾ. അപ്പോൾ ഇതോടെ കൂടി നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിലൂടെ പ്രോബ്ലത്തിനെ കുറിച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്തു പല സ്ഥലങ്ങളിൽ നിന്നായിട്ട്. അത് അവലോകനം ചെയ്തതിൽ നിന്നും ഡയഗ്നോസ് ചെയ്തു എന്താണ് യഥാർത്ഥ പ്രോബ്ലം, അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായി, വ്യക്തമായി കാരണം മനസ്സിലായി, പ്രോബ്ലം എന്താണ്, അതിൻ്റെ കാരണം മനസ്സിലായി. ഇനി 3ാമത്തെ സ്റ്റെപ്സ് എന്താണ്, ചികിത്സ, ട്രീറ്റ്മെൻറ്റ്, ഇടപെടൽ, ഇൻ്റർവെൻഷൻ. അപ്പോൾ ക്ലയൻറ്റ് ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ് ട്രീറ്റ്മെൻറ്റ് അല്ലേ. അപ്പോൾ ക്ലയൻറ്റിൻ്റെ പ്രശ്ന പരിഹാരവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ വർക്കർ എടുക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും, എല്ലാ പ്രവർത്തനങ്ങളെയും, എല്ലാ സേവനങ്ങളെയും, എല്ലാ സർവീസസിനെയും മൊത്തത്തിൽ നമുക്ക് എന്ത് വിളിക്കാം, ട്രീറ്റ്മെൻറ്റ്. പക്ഷെ അതെല്ലാം ഏത് സേവനമായാലും അതൊക്കെ ഏതിൽ ഡയറക്റ്റ് ചെയ്തിരിക്കണം, ടു സോൾവ് ദ പ്രോബ്ലം ഓഫ് ദ ക്ലയൻറ്റ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഈസ് ദ സം ടോട്ടൽ ഓഫ് ഓൾ ആക്ടിവിറ്റീസ് ആൻഡ് സർവീസസ് ഡയറക്റ്റഡ് ടുവാർഡ്സ് ഹെൽപ്പിംഗ് ആൻ ഇൻഡിവിജ്വൽ വിത്ത് പ്രോബ്ലം അല്ലേ. ഒരു പ്രശ്നം, ഇൻഡിവിജ്വൽ വിത്ത് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ക്ലയൻറ്റിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിനുമായി ബന്ധപ്പെട്ട്, ഹെൽപ്പ് ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ട്, സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേസ് വർക്കർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഓൾ ആക്ടിവിറ്റീസ് ആൻഡ് സർവീസസ്, എല്ലാ സേവനങ്ങളെയും, എല്ലാ പ്രവർത്തനങ്ങളെയും മൊത്തത്തിൽ നമുക്ക് എന്ത് വിളിക്കാം, ട്രീറ്റ്മെൻറ്റ് വിളിക്കാം അല്ലേ. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ്, ഇറ്റ് ഷുഡ് റെഡ്യൂസ് ദ ഡിസ്ട്രെസ്, അദ്ദേഹത്തിൻ്റെ ആ കഷ്ടപ്പാട് അല്ലെ, ആ വിഷമങ്ങൾ അവസാനിപ്പിക്കാനും, ആൻഡ് ഓൾസോ ടു ഇംപ്രൂവ് ദ സിറ്റുവേഷൻ ഓഫ് ദ ക്ലയൻറ്റ്, അത് ക്ലയൻറ്റിൻ്റെ നിലവിലുള്ള സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ആയിരിക്കണം ഇത്. അപ്പോൾ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ഇൻ്റർവെൻഷൻ, 3 തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ആണ്, ചികിത്സാ രീതിയാണ് ക്ലയൻറ്റ് കേസ് വർക്കർ അവലംബിക്കുന്നത്. നമുക്ക് എന്തെല്ലാം പറയാം, ഇൻ്റർവെൻഷൻ 3 types. ഒന്ന് ഡയറക്റ്റ് ഇൻ്റർവെൻഷൻ, 2 എൻവയോൺമെൻറ്റ് മോഡിഫിക്കേഷൻ, ആൻഡ് ദ തേർഡ് വൺ യൂസ് ഓഫ് എക്സിസ്റ്റിംഗ് സർവീസസ് ആൻഡ് റിസോഴ്സസ്. ഒന്ന് ഡയറക്റ്റ് ഇൻ്റർവെൻഷൻ. ഡയറക്റ്റ് ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ ക്ലയൻറ്റുമായിട്ട് നേരിട്ട് ബന്ധത്തിലൂടെ, ക്ലയൻറ്റിനെ കേസ് വർക്കർ മുഖാമുഖം ചെയ്ത് അല്ലെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്, പ്രോബ്ലം എന്താണെന്ന് ക്ലയൻറ്റിനെ മനസ്സിലാക്കിപ്പിക്കുന്നത്, ആ പ്രോബ്ലം എങ്ങനെയാണ് ക്ലയൻറ്റ് എഫക്റ്റ് ചെയ്യുന്നത്, അത് ക്ലയൻറ്റിൻ്റെ ഇന്നത്തെ ജീവിത രീതിയിൽ എങ്ങനെയാണ് താറുമാറാക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത്, ആ ക്ലയൻറ്റിനെ എങ്ങനെ പ്രശ്നം പരിഹരിക്കേണ്ട ആവശ്യകത മനസ്സിലാക്കുന്നത്, ക്ലയൻറ്റിൻ്റെ പേഴ്സണൽ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുന്നു, പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് ഡിറ്റർമിനേഷൻ ഇവിടെ അല്ലേ, എന്താണ് ക്ലയൻറ്റിന് ഈ പ്രശ്ന പരിഹാരവുമായി ബന്ധപ്പെട്ട് വിവിധ ചോയ്സ് ക്ലയൻറ്റിന് കൊടുക്കുന്നു, ക്ലയൻറ്റിനെ കൊണ്ട് റൈറ്റ് ചോയ്സ് എടുപ്പിച്ച് ആ സിറ്റുവേഷനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. അതായത് ക്ലയൻറ്റുമായിട്ട് ഡയറക്റ്റ് ഉള്ള നേരിട്ടുള്ള ഇടപെടൽ, ഇൻ്റർവെൻഷൻ, ഡയറക്റ്റ് ഇൻ്റർവെൻഷനിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ കേസ് വർക്കർ ശ്രമിക്കുന്നു. അവിടെ എന്തെല്ലാം ടെക്നിക്സ് ആണ് കേസ് വർക്കർ ഉപയോഗിക്കുന്നത്? ഒന്ന് കൗൺസിലിംഗ് അല്ലേ, ആക്സെപ്റ്റൻസ്, അഷ്യൂറൻസ്, ഈഗോ സ്ട്രെങ്തനിങ്, മോട്ടിവേഷൻ, വെന്റിലേഷൻ,
യൂണിവേഴ്സലൈസേഷൻ. ഇതൊക്കെ ഈ ഡയറക്റ്റ് ഇൻ്റർവെൻഷനിൽ കേസ് വർക്കർ നടപ്പിലാക്കുന്ന ചില ടെക്നിക്കുകളാണ്. ചില റെയർ വേർഡ്സ് നിങ്ങൾക്ക് ഉണ്ട്, അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന് വെന്റിലേഷൻ എന്നുള്ളത്. നമുക്കറിയാം വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ, വെന്റിലേറ്റർ എന്ന് പറഞ്ഞാൽ ജനാല എന്നർത്ഥം അല്ലേ. അതായത് ക്ലയൻറ്റിൻ്റെ മനസ്സിലുള്ള ഫ്രസ്ട്രേഷൻസ് അല്ലേ, ആങ്സൈറ്റി, ടെൻഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് ആരോട് പറയാത്ത രഹസ്യങ്ങൾ ക്ലയൻറ്റിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും അല്ലേ. അതെന്താക്കുന്നത്, അത് ഹെൽപ്പ് ദ ക്ലയൻറ്റ് ടു റിലീസ് ഔട്ട്, പുറത്തേക്ക് വരാൻ, റിലീസ് ഔട്ട് ഹിസ് ഫ്രസ്ട്രേഷൻസ് ആൻഡ് ടെൻഷൻസ് അല്ലേ. അങ്ങനെ ഈ മനസ്സിൽ രഹസ്യമായി വെക്കുന്ന ആ ടെൻഷനൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുവരാൻ, ഒന്ന് തുറന്ന് പറയാൻ സഹായിക്കുക എന്നാണ് വെന്റിലേഷൻ. അപ്പോൾ കിട്ടുന്നൊരു ആശ്വാസം അല്ലേ. എല്ലാ ടെൻഷൻ ആരും പറയാണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പിരിമുറുക്കുണ്ടാവും. സോ അത് വെന്റിലേറ്റ് ചെയ്യാൻ സഹായിക്കുക, വെന്റിലേഷൻ. യൂണിവേഴ്സലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ പ്രോബ്ലം എന്നത് ഒരു പലപ്പോഴും പല ക്ലയൻറ്റും വിചാരിക്കൽ എന്താണ്, അച്ഛൻ്റെ മദ്യപാനം, എൻ്റെ കുടുംബം മുഴുവനും ദുരിതത്തിലായി, എക്കണോമിക്കൽ പ്രോബ്ലം, ഞാൻ മാത്രമേ ഈ പ്രശ്നം, ഇങ്ങനെയുള്ള ഒരു പ്രശ്നത്തിലുള്ളൂ എന്നുള്ളൂ. പക്ഷെ അങ്ങനെയല്ല. ദർ ആർ സോ മെനി പീപ്പിൾസ് ആർ ഫേസിങ് സിമിലർ പ്രോബ്ലംസ് അല്ലേ. ഒരുപാട് ആൾക്കാരുണ്ടാവും ഈ ഡ്രങ്ക്യാർഡായിട്ടുള്ള പിന്നെ പാരൻസ്, അല്ലെങ്കിൽ എക്കണോമിക്കൽ പ്രോബ്ലംസ് ഉള്ള, അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്ത ഫാമിലീസ്, അങ്ങനെ പ്രശ്നങ്ങളുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതൊരു ആ വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല. ഇവിടെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആൾക്ക് ഈ സിമിലർ പ്രോബ്ലംസ്, ഇത്തരം പ്രശ്നമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിനു വേണ്ടി ടെൻഷൻ അനുഭവിക്കേണ്ട ആവശ്യമില്ല അല്ലേ. ഇതൊരു സാർവത്രികമാണ്, യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഇത് എല്ലാ ഫാമിലീസിലും, പല ഫാമിലീസിലും ഉണ്ടാവും. സോ എല്ലാവരും അതുമായി ബന്ധപ്പെട്ട് ടെൻഷൻ അടിക്കല്ലോ, അതിനെതിരെ പോരാടുക എന്നാണ്. അതാണ് യൂണിവേഴ്സലൈസേഷൻ. ദ പ്രോബ്ലം ഫേസ്ഡ് ബൈ ദ ക്ലയൻറ്റ് ഈസ് നോട്ട് എ റെയർ, ഇറ്റ് ഈസ് കോമൺ. ദർ ആർ സോ മെനി പീപ്പിൾസ് ആർ ഫേസിങ് സിമിലർ പ്രോബ്ലംസ് എന്നുള്ളത് ക്ലയൻറ്റിന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ മോട്ടിവേഷൻ കൊടുക്കുക അല്ലേ. നല്ല ജീവിതത്തിൽ നല്ല ലക്ഷ്യമൊക്കെ നേടുന്നതിനുള്ള മോട്ടിവേഷൻ കൊടുക്കുക. ഈഗോ, നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക, ആ ഈഗോ സ്ട്രെങ്തൻ ചെയ്യുക, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക. നല്ലൊരു അഷുറൻസ് അല്ലേ, നിങ്ങൾക്ക് നല്ല കഴിവിനെ കുറിച്ചൊക്കെ ബോധവാനം ഉണ്ടാക്കുക, അംഗീകരിക്കുക. അതുപോലെ തന്നെ കൗൺസിലിംഗ്, കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഒരു പ്രൊഫഷണൽ അഡ്വൈസ് കൊടുക്കുക, നല്ല ലക്ഷ്യങ്ങളും അല്ലേ, കേസ് വർക്ക് ക്ലയൻറ്റിൻ്റെ കഴിവുകളും വീക്ക്നെസ്സും ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല കഴിവുകളൊക്കെ മനസ്സിലാക്കി കൊടുക്കുക. ഇതൊക്കെ ഈ ടെക്നിക്സാണ് ഡയറക്റ്റ് ഇൻ്റർവെൻഷനിൽ കേസ് വർക്കർ ക്ലയൻറ്റിന് മുന്നിൽ നടപ്പിലാക്കുന്നത്. ഇത് ടെക്നിക്കിനെ കുറിച്ച് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കുക, വേർഡ്സ് പഠിക്കുക. നെക്സ്റ്റ് വൺ, എൻവയോൺമെൻറ്റൽ മോഡിഫിക്കേഷൻ. ഇതൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ടെക്നിക്കാണ്, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ്. ക്ലയൻറ്റുമായിട്ട് നേരിട്ട് ബന്ധമില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് ബന്ധം. അതായത് ക്ലയൻറ്റിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ക്ലയൻറ്റ് ജീവിക്കുന്ന ചുറ്റുപാടിൽ മാറ്റം വരുത്തുക അല്ലേ. എൻവയോൺമെന്റ് മോഡിഫിക്കേഷൻ refers to an attempt to correct or improve or modify the situation in which the client lives. ക്ലയൻറ്റ് ജീവിക്കുന്ന ചുറ്റുപാട്. ഉദാഹരണത്തിന് നമ്മൾ പിന്നെ മുമ്പത്തെ ഗീതുവിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. ഗീതുവിൻ്റെ ഫാമിലി പ്രോബ്ലം അല്ലേ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അതിൽ ഗീതുവിൻ്റെ അച്ഛൻ്റെ അഡിക്ഷൻ പ്രോബ്ലം ഉണ്ട് അല്ലേ. അപ്പോൾ ആ എൻവയോൺമെൻറ്റ്, ഫാമിലിയിൽ നിന്നുള്ള എൻവയോൺമെൻറ്റ് ഗീതുവിൻ്റെ പ്രശ്നം ഗീതുവിൻ്റെ പ്രശ്നത്തിൽ ഉണ്ട്. അപ്പോൾ ഗീതുവിനെ നമ്മൾ കൗൺസിലിംഗ് ചെയ്താൽ മാത്രം മതിയോ, പിന്നീട് വീണ്ടും പോകുന്ന ഫാമിലി എൻവയോൺമെൻറ്റിലേക്കാണ് അല്ലേ. അപ്പോൾ അവിടെയും കൂടെ നമ്മൾ കറക്റ്റ് ചെയ്യണം. ചില സമയം സ്കൂളിലായിരിക്കും കറക്റ്റ് ചെയ്യേണ്ടത് അല്ലേ, ചിലപ്പോൾ ടീച്ചേഴ്സിനുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് ക്ലയൻറ്റിനായിട്ട് ഇടപെടേണ്ടത് എന്നുള്ളത് പറയേണ്ടി വരും അല്ലേ. ജോലിയാണെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് മാനേജറോടോ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്നവരോടോ നമുക്ക് സംസാരിക്കണം. അത് ക്ലയൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഡയറക്റ്റായിട്ട് ക്ലയൻറ്റുമായി ബന്ധപ്പെട്ടാൽ മാത്രം പോരാ, ക്ലയൻറ്റ് ഇടപെടുന്ന ചുറ്റുപാടിലും കൂടി മാറ്റം വരുത്തുക. ഇതാണ് എൻവയോൺമെൻറ്റൽ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഇംപ്രൂവിങ് ഫാമിലി റിലേഷൻഷിപ്പ്, നേരത്തെ പറഞ്ഞു, വർക്ക് എൻവയോൺമെൻറ്റ്, പിയർ ഇൻ്ററാക്ഷൻസ്, സമപ്രായക്കാരുടെ ഇടയിൽ അല്ലെ, കളിക്കൂട്ടുകാരുടെ ഇടയിലും ബന്ധങ്ങൾ എങ്ങനെയാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കും. ആൻഡ് ലാസ്റ്റ് വൺ, യൂസ് ഓഫ് സർവീസസ് ആൻഡ് റിസോഴ്സസ്. ഇതൊരു പഴയ ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു പണ്ട് ട്രഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് യൂസ് ഓഫ് സർവീസസ് ആൻഡ് റിസോഴ്സസ്. ഇവിടെ കേസ് വർക്കറുടെ ഒരു കഴിവാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ ക്ലയൻറ്റിൻ്റെ മെച്ചപ്പെടലിന് വേണ്ടിയിട്ട് നമ്മുടെ ഏജൻസിയിലും അതുപോലെ ചുറ്റുപാടിലുമുള്ള വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തുക അല്ലേ. ക്ലയൻറ്റിന് ഇപ്പോൾ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ എന്താക്കാം, ഒരു സ്കോളർഷിപ്പ് ക്ലയൻറ്റിന് വേണ്ടി തരപ്പെടുത്തി കൊടുക്കുക അല്ലേ. അതായത് നല്ല പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഒരു സ്പോൺസറിന് അല്ലേ, നല്ല +2 ഉയർന്ന മാർക്ക് മേടിച്ചു, MBBS പഠിക്കാൻ കഴിവില്ല, അപ്പോൾ അങ്ങനത്തെ കുട്ടിക്ക് നമ്മൾ എന്താക്കാം, സമൂഹത്തിൽ ആരെ കൊണ്ട് ഒരു സ്പോൺസർ ചെയ്യിപ്പിക്കുക. അതൊക്കെ കമ്മ്യൂണിറ്റിയിലുള്ള വിവിധ വിഭവങ്ങളാണ് അല്ലേ. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുക അല്ലേ. അതുപോലെ അങ്ങനെ നിലവിലുള്ള സമൂഹത്തിലെ വിഭവങ്ങൾ, സേവനങ്ങൾ ക്ലയൻറ്റിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നതാണ് യൂസ് ഓഫ് സർവീസസ്
ആൻഡ് റിസോഴ്സസ്. എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? ഹിയർ ദ കേസ് വർക്കർ യൂട്ടിലൈസിങ് ദ അവൈലബിൾ റിസോഴ്സസ് ആൻഡ് സർവീസസ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ക്ലയൻറ്റ്. എക്സാമ്പിൾ മെറ്റീരിയൽ ഹെൽപ്പ്, ബുക്സ്, ബെഞ്ച് അല്ലേ, അങ്ങനെയുള്ള മെറ്റീരിയൽ ഹെൽപ്സ് കൊടുക്കാം. ലീഗൽ എയ്ഡ് അല്ലേ, ചില സമയത്ത് ഫാമിലി പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ അല്ലേ, വിധവകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് നിയമപരമായ സഹായങ്ങൾ അല്ലേ, ഡൊമസ്റ്റിക് വയലൻസ്, കുടുംബ വഴക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ലീഗൽ എയ്ഡ് അവർക്ക് വേണ്ടി കൊടുക്കാം. ചിലപ്പോൾ മെഡിക്കൽ കെയർ, നമുക്ക് കാരുണ്യ പദ്ധതി പോലുള്ള അല്ലേ, പദ്ധതി പോലുള്ള സേവനങ്ങൾക്കൊക്കെ അങ്ങനെയുള്ള സാമ്പത്തിക സേവനങ്ങളൊക്കെ ഉണ്ട്. മെഡിക്കൽ കെയർ, സ്കോളർഷിപ്പ്, സ്പോൺസർഷിപ്പ് ഒക്കെ ഇതിൽ യൂസ് ഓഫ് അവൈലബിൾ റിസോഴ്സസ് ആൻഡ് സർവീസുകളാണ് പെടുന്നത്. ഇതൊക്കെ കഴിയുമ്പോൾ എന്തായി, ഈ മൂന്ന് ട്രീറ്റ്മെൻറ്റ് ടെക്നിക്കിലൂടെ ഒരു പരിധിവരെ ക്ലയൻറ്റിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതാണ്. പക്ഷെ അത് ഉറപ്പ് വരുത്തണം അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് അടുത്ത പ്രോസസ്സിൻ്റെ ഘട്ടം വിലയിരുത്തുക, ഇവാലുവേഷൻ. അതായത് നമ്മൾ ഇത്ര വരെ നടത്തിയ ക്ലയൻറ്റുമായിട്ടും ക്ലയൻറ്റിൻ്റെ ഫാമിലിയിലും അതുപോലെ തന്നെ ഈ സർവീസൊക്കെ കൊടുത്തിട്ട് ക്ലയൻറ്റിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടോ, ക്ലയൻറ്റ് തൻ്റെ ചുറ്റുപാടുമായി അഡ്ജസ്റ്റ് ചെയ്യപ്പെട്ടോ എന്നത് വിലയിരുത്തുക, ഇവാലുവേഷൻ ചെയ്യുക എന്നാണ് നാലാമത്തെ ഘട്ടം. അസസിങ് ദ റിസൾട്ട് ഓഫ് ഇൻ്റർവെൻഷൻ, ട്രീറ്റ്മെൻറ്റിൻ്റെ റിസൾട്ട്, ഫലം എന്താണെന്ന് അവലോകനം ചെയ്യുക അല്ലേ. മെഷറിങ്, അളക്കുക. It helps the case worker to modify the treatment plans or arrange the follow-up activity. അഥവാ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ പുതിയൊരു വഴിയിലൂടെ ഈ ട്രീറ്റ്മെൻറ്റ് ടെക്നിക്സ് വീണ്ടും പുനരാരംഭിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ കേസ് വർക്ക് പ്രോസസ്സ് അവസാനിപ്പിക്കേണ്ട ഘട്ടമാണ് എന്ന് മനസ്സിലാക്കുക. അഥവാ ചികിത്സ ഭേദമായിട്ടുണ്ടെങ്കിൽ, പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അവസാനിപ്പിക്കണം, ഇല്ലെങ്കിൽ പുതിയ ട്രീറ്റ്മെൻറ്റ് ടെക്നിക്സിലൂടെ മുന്നോട്ട് പോകണം. ഓക്കെ, അപ്പോൾ വിലയിരുത്തി നമ്മൾ ശുഭാപ്തി വിശ്വാസത്തോടെ ക്ലയൻറ്റിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ എന്താണ് അടുത്ത സ്റ്റെപ്പ്? ടെർമിനേഷൻ. അതായത് കേസ് വർക്കറും ക്ലയൻറ്റും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് നമുക്ക് എൻഡ് ചെയ്യണം, അവസാനിപ്പിക്കേണ്ട സമയമായി. അപ്പോൾ നമ്മൾ ഇനി ക്ലയൻറ്റിനെ ഏജൻസിയിലേക്ക് വിളിക്കുകയോ ക്ലയൻറ്റിനെ കൗൺസിലിംഗ് ചെയ്യുകയോ മോട്ടിവേഷൻ ചെയ്യേണ്ട, അവൻ്റെ പ്രോബ്ലം ക്യൂറായി, സോൾവായി. ഇനി നമ്മളുടെ ടെർമിനേഷൻസ് എന്നുള്ള ഘട്ടമാണ്. It is used in social case work means ending or limiting the process. കേസ് വർക്ക് പ്രോസസ് അവസാനിപ്പിക്കേണ്ട ഘട്ടം അല്ലേ. ഇത് വളരെ എന്താ പറയേണ്ടത്, കൗൺസിലറും കേസ് വർക്കറും ക്ലയൻറ്റും തമ്മിലുള്ള ഒരു നല്ലൊരു ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ്. ക്ലയൻറ്റ് ഷുഡ് ബി കോൺഫിഡൻറ്റ് ഫോർ ദ റിസൾട്ട്. ക്ലയൻറ്റ് ഈ കേസ് വർക്ക് പ്രോസസ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിൽ കോൺഫിഡൻ്റ് ആണെങ്കിൽ അല്ലേ, ഫലി ഇതാണ് മാത്രമേ ഈ ടെർമിനേഷനിലേക്ക് കിടക്കാൻ പാടുള്ളൂ. അപ്പോൾ ടെർമിനേഷൻ ചെയ്താൽ അടുത്ത സ്റ്റെപ്പ് ഫോളോ അപ്പ് അല്ലേ. ടെർമിനേഷൻ ചെയ്ത് കേസ് വർക്കറും ക്ലയൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവസാനിച്ചു എന്നുകൊണ്ട് അതോടുകൂടി മൊത്തം സ്റ്റോപ്പ് ആവുന്നില്ല. കേസ് വർക്കർ എന്ത് ചെയ്യണം? ഈ ക്ലയൻറ്റിന് വീണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ടോ ഇല്ലയോ, നല്ല രീതിയിൽ പോകുന്നില്ലേ, ട്രീറ്റ്മെൻറ്റ് പറഞ്ഞ രീതിയിൽ തന്നെ നടക്കുന്നില്ലേ എന്നുള്ളത് ഇടക്കിടക്ക് എന്ത് ചെയ്യണം? ഒന്ന് ചെക്ക് ചെയ്യണം അല്ലേ. അതിന് വേണ്ടിയിട്ട് അല്ലേ ഇടക്കിടക്ക് പോയിട്ട് ഫോണിലൂടെയോ അല്ലേ ഇടയ്ക്കൊരു സർപ്രൈസ് വിസിറ്റൊക്കെ ക്ലയൻറ്റിന് കൊടുത്തിട്ടൊക്കെ, അല്ലെങ്കിൽ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാൻ, അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ടൊക്കെ വരാനൊക്കെ പറഞ്ഞിട്ട് കറക്റ്റ് ഇത് സ്മൂത്തായി പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് തന്നെ പോകുന്നില്ലേ എന്ന് ഉറപ്പ് വരുത്തണം. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പാണ് ഫോളോ. അപ്പോൾ കേസ് വർക്ക് പ്രോസസ് ഡസ് നോട്ട് എൻഡ് വിത്ത് ടെർമിനേഷൻ. ടെർമിനേഷനിലൂടെ അത് എൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ വർക്കർ ടു ഹാവ് എ പ്രോപ്പർ കോണ്ടാക്ട് വിത്ത് ദ ക്ലയൻറ്റ് ഇൻ ഫ്യൂച്ചർ ആൻഡ് അസസ് ഹിസ് ഇംപ്രൂവ്മെൻറ്റ്. ഭാവിയിലും ഇതിങ്ങനെ ഒരു കോണ്ടാക്ട് വെക്കണം, നടക്കുന്നുണ്ടോ എന്നുള്ളത്, ഇമ്പ്രൂവ്മെൻറ്റ് അതേപോലെ പോകുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വേണം. അതെങ്ങനെയൊക്കെ ഈ ഫോളോ അപ്പ് എങ്ങനെയൊക്കെ ചെയ്യാം? ഒന്ന് പേഴ്സണൽ കോൺടാക്ട് ചെയ്യാം അല്ലേ, ഫോണിലൂടെയോ മറ്റോ, അല്ലെങ്കിൽ ഏജൻസിയിലേക്ക് ഒരു 2 മാസം കഴിഞ്ഞ് വിളിപ്പിക്കുക, അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നുകൂടെ ഉറപ്പ് വരുത്തുക, പറഞ്ഞ പോലെ തന്നെ പോകുന്നില്ലേ. അല്ലെങ്കിൽ ഇടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സർപ്രൈസ് ഹൗസ് വിസിറ്റ് നടത്താം, വീട്ടിലേക്ക് ഒരു വിസിറ്റ് നടത്താം. ലെറ്റേഴ്സിലൂടെ നമുക്ക് ചെയ്യാം, ഇമെയിലിലൂടെ അല്ലെങ്കിൽ ലെറ്റേഴ്സിലൂടെ, ഫോൺ ചെയ്യാം, അല്ലെങ്കിൽ ഇന്നത്തെ പുതിയ മെത്തേഡായിട്ടുള്ള സോഷ്യൽ മീഡിയാസ് അല്ലേ, അതുപോലെ തന്നെ വാട്സപ്പ് വീഡിയോസ്, IMO കോൾസ്, അങ്ങനെ സോഷ്യൽ മീഡിയസിലൂടെയും നമുക്ക് പരിചയപ്പെടാം. ഇങ്ങനെ ഇതാണ് സോഷ്യൽ കേസ് വർക്കിൻ്റെ പ്രോസസ്സ്. 4 P കുറിച്ച് പറഞ്ഞു: പേഴ്സൺ, പ്രോബ്ലം, പ്ലേസ് ആൻഡ് ലാസ്റ്റ് വൺ പ്രോസസ്സ്. ഇത് നമ്മൾ വിശദീകരിച്ചത് പ്രോസസ്സാണ്. ഒരു കാര്യം കൂടെ, ഇത് പരീക്ഷയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു വലിയ ഒരു മാർക്കിൻ്റെ ചോദ്യം തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഫലപ്രദമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഒന്ന് ടെക്സ്റ്റ് ബുക്കും കൂടെ വായിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഗീതുവിൻ്റെ കേസും കൂടെ ഒന്ന് അസസ് ചെയ്ത് കുറച്ചും കൂടെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത്രയും നേരം എൻ്റെ ക്ലാസ് വളരെ ശ്രദ്ധയോടെ കേട്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം.